ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്ലം കപ്പ് കേക്ക്സ് ആണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്, അത് വെച്ചിട്ട് കപ്പ് കേക്ക്സ് ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ അതാണ്. സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 10 ഗ്രാമ്പു, 10 ഏലക്ക, ഒരു ചെറിയൊരു കഷ്ണം ജാതിക്ക. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ചിൻ്റെ തൊലിയും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസും പിഴിഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓവനകത്ത് വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്, ബട്ടർ ഉരുക്കി വെച്ചിട്ടുണ്ട്, ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തു, എന്നിട്ട് അതിൻ്റെ ജ്യൂസും പിഴിഞ്ഞെടുത്തു. ഇനി ഇവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ മൈദ എല്ലാം ഇങ്ങോട്ട് അരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 20 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യം പോലെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഇത് ഒന്ന് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ടിലേക്ക് നന്നായിട്ട് ആ പൗഡറൊക്കെ ഒന്ന് കോട്ടാവണം. അപ്പം നമ്മൾ 2 വർഷം മുമ്പ് ഒരു ഡ്രൈ ഫ്രൂട്ട് സോക്കിങ്ങിൻ്റെ വീഡിയോ ഇതേ ചാനലിൽ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് സോക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണിത്. അപ്പം ഇത് പലതവണ നമ്മളെടുത്ത് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ലാസ്റ്റ് പാർട്ടാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്ലം കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 2 വർഷം ആയെങ്കിലും ഇതുവരെ ഇതിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല. ഇത് ഇരിക്കുന്തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അതുപോലെ ഇത് നമ്മൾ അന്ന് ചെയ്ത സമയത്ത് നെഗക്കെ വൈനൊഴിച്ച് സോക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത സമയത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു 3-4 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്തു. അതിനുശേഷം ഇളക്കിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നല്ലൊരു കൂൾ ഡാർക്ക് പ്ലേസിൽ ഇത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്തത്. ഇടയ്ക്ക് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് കോട്ടായി വരണം. ഇനി നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഡയറക്റ്റ് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 1 കപ്പ് കോക്കനട്ട് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം 1 കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ പൊടിച്ച ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉരുക്കിയെടുത്ത് വെച്ച ബട്ടറും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 മുട്ടയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പിഴിഞ്ഞെടുത്ത 2 ഓറഞ്ചിൻ്റെയും ജ്യൂസും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അളന്നില്ലായിരുന്നു. പക്ഷേ ശരിക്കും 1/4 കപ്പ് ജ്യൂസ് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായി പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച ചെറിയൊക്കെ താന്നുപോയി. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് ജ്യൂസ് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഡേറ്റ് സിറപ്പാണ്. നമ്മൾ പഞ്ചസാര കരിച്ച് ചേർക്കുന്നതിന് പകരം ഡേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ ഒരു സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വാൽനട്ട് അല്ലെങ്കിൽ പിസ്ത
ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പ്ലം കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ പേപ്പർ കപ്സിലാണ്. അപ്പം ഞാനിതിവിടെ 2 എണ്ണം വെച്ചാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ കപ്പിൻ്റെ ഉള്ളിലും കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഓവൻ 180 ഡിഗ്രിയിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇടാം. എന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് ട്രേ വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് 170ലേക്ക് മാറ്റി കൊടുക്കണം. ഒരു 3/4 ഭാഗം ഫില്ല് ചെയ്യുന്നുള്ളൂ, കുറച്ചിത് പൊങ്ങി വരുമല്ലോ. അപ്പം നമ്മളിവിടെ കപ്പുകളിലേക്ക് എല്ലാം ഒഴിച്ച് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 170 ഡിഗ്രിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 30 മിനിറ്റാണ് ടൈം വെച്ചിരിക്കുന്നത്. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞും സെറ്റായി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ടൈം കൂട്ടി കൊടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം കപ്പ് കേക്ക് ഫുള്ള് കുക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു. ഇപ്പം നമ്മുടെ ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മൊത്തം ഒരു 45 മിനിറ്റ് എടുത്തു നമ്മുടെ പ്ലം കപ്പ് കേക്ക് റെഡിയായി വരാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റെസിപ്പിക്ക് ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് മാത്രം മതി. ഞാൻ ഇന്ന് 2 ഓറഞ്ച് പിഴിഞ്ഞതിൻ്റെ ആ ജ്യൂസ് മുഴുവനും ഇന്ന് ചേർത്ത് കൊടുത്തു. ഇന്ന് നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോൾ ഒരു 1/2 കപ്പിനടുത്തുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അതുകൊണ്ട് കുറച്ച് ലൂസായി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുക്കിംഗ് ടൈം കൂടാൻ കാരണം. അതുപോലെ തന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചെറീസും താന്നു പോയത്. ഞാൻ ഈ റെസിപ്പിയുടെ ട്രയൽ ചെയ്ത സമയത്ത് 2 ചെറിയ ഓറഞ്ചസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തപ്പം 2 വലിയ ഓറഞ്ചാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ ജ്യൂസിൻ്റെ അളവിൽ വ്യത്യാസം വന്നു പോയത്.